ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ചേച്ചിയും ചേട്ടനും വീട്ടിൽ വന്നൊരു ദിവസമായിരുന്നു ഒന്ന്. അതുപോലെ തന്നെ ഞാനും നിറ്റും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ അന്നേ ദിവസം വൈകിട്ട് ഒന്ന് പുറത്തു പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൊന്നാനി BM പാലം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരുപാട് പുതിയ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. കയാക്കിങ്, സിപ്പ് ലൈന്, പിന്നെ ഒരു സൈക്കിൾ വെച്ചിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം നമ്മൾ വീഡിയോയിലുണ്ട് അത് കാണുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ പോയ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എന്നാൽ വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആണെങ്കിൽ ചിറ്റയുടെയും ചാച്ചൻ്റെയും കൂടിയും മാമൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിപ്പ് ലൈനിൽ കൂടെ അങ്ങനെ ആൾക്കാർ പോയോണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. കാണാൻ നല്ല ഇഷ്ടമാണ്. ചേച്ചിക്കും കിച്ചണും ചേട്ടനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കയറാത്തതുകൊണ്ട് അവരും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നു. എന്നിട്ട് പിന്നെ ചേട്ടൻ ചായയൊക്കെ മേടിച്ചു വന്നു. ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു, സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ട് വലിയവരും ചെറിയവരൊക്കെ കയറുന്നുണ്ട്. കൂടുതലായിട്ട് കുട്ടികളാണ് അത് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണോ. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ട് പുഴയുടെ ഭംഗിയും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നല്ലൊരു വൈകുന്നേരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചേച്ചിയും ചേട്ടനും തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതാണ്. നിറ്റു ആണെങ്കിൽ വെള്ളത്തിൽ മീൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ കയാക്കിങ് ചെയ്യുന്നവരും ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അവളതൊക്കെ കണ്ടിട്ട് നല്ല പോലെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഓരോന്ന് കാണുമ്പോൾ നമ്മളടുത്ത് ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം ഉണ്ണിക്ക് 2 വയസ്സായി. അപ്പോൾ അവളിങ്ങനെ കുറേശ്ശൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെന്താ, അപ്പം അതിൻ്റെ ഇടയിലൊരു ചേട്ടൻ വന്ന് നമ്മളോട് കടല വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചായയുടെ കൂടെ പഴംപൊരിയും പരിപ്പ് വടയും ഉള്ളിവടയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ചായയുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു പാർക്കിൻ്റെ സെറ്റപ്പാണ്. വലുതൊന്നുമല്ല, എന്നാലും ഉണ്ണികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കാത്ത രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ചേച്ചിയും ചേട്ടനും ഉള്ളപ്പോൾ അവരെന്നെയാണ് ഇതിലൊക്കെ അവളെ കയറ്റുക. അപ്പോൾ നിറ്റു ആ വക കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ.